നമസ്കാരം, എല്ലാവർക്കും സതൺ മെനുവിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നീതു. അപ്പോൾ ഇന്ന് ഞാൻ സതൺ മെനുവിൽ ഒരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബനാന ഹൽവയായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വരട്ടി എടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കാറില്ലേ, ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് ഈ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കരയുടെ പാനി ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉണ്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. പച്ച ശർക്കരയാണെങ്കിൽ ഒന്ന് 2 or 3 എടുക്കാം. ആ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ശർക്കരയാണ്, കളറുള്ള ശർക്കരയാണ്. അപ്പോൾ ശർക്കരയുടെ കളറിനനുസരിച്ചിരിക്കും നമ്മുടെ ഹൽവയുടെ കളർ കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് പാവ് കാച്ചിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഉരുക്കിയാൽ മതി. ഉരുക്കിയിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പഴം എടുത്തിട്ടുണ്ട്. 4 നേന്ത്രം പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസുള്ള പഴമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് അത്യാവശ്യം മധുരവും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പഴമൊക്കെ ചെറുതായിട്ട് അരഞ്ഞിട്ട് മിക്സർ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല കട്ടിയിൽ അരച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മൾ പഴമൊക്കെ അരച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കുക. അതിനകത്തേക്ക് ഏകദേശം 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ അത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുവാണ്. അതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് കളറ് മാറണ്ട കേട്ടോ. ഏകദേശം ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കുക. ഇതുപോലെ. എന്നിട്ട് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അതും ഫ്രൈ ആയതിനു ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ബാക്കി വരുന്ന നെയ്യിൽ തന്നെയാണ് ഇനി നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ചേർക്കുക. അപ്പോൾ നേന്ത്രപ്പഴത്തിന് പകരം വലിപ്പമുള്ള റോബസ്റ്റ പഴമാണെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് കൂടുതൽ നേന്ത്രപ്പഴത്തിന് തന്നെയാണ് ഹൽവ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ വരട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എത്രത്തോളം ഹൽവ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഴം വരട്ടുന്നോ അത്രത്തോളം കാലം അത് കേടുകൂടാതെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഹൽവ ആയതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ വരട്ടിയെടുക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ പാനി ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കണം. അപ്പോൾ ശർക്കരയുടെ പാനി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. ഇത് ഇൻസ്റ്റൻറ്റ് ഹൽവ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം ഒന്നും വരട്ടുന്നില്ല. ആദ്യം ഈ ശർക്കര പാനിയും പഴവും നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പോലെ കിടക്കുന്നുണ്ടാവും, അതൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ച് തന്നെ മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഴം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതായത് ആ ശർക്കര പാനിയിൽ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. അതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വഴറ്റുന്നില്ല, കാരണം ഇത് ഇൻസ്റ്റൻറ്റ് ഹൽവയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിക്കേ, നമ്മുടെ ശർക്കര പാനിയൊക്കെ അങ്ങ് കുറുകിയിട്ട് പഴമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെ നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിനകത്തേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 4 ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് ഞാൻ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കുക. അപ്പോൾ കട്ട ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കോൺഫ്ലോർ കട്ടയായിട്ട് കിടക്കും. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിലേക്ക്
ചേർത്ത് കൊടുക്കണം. അത് നോക്കിയാൽ നമ്മുടെ ഒന്ന് കുറുകിയിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ കൂട്ടിനകത്തേക്ക് ഈ കോൺഫ്ലോർ മിശ്രിതം ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ കോൺഫ്ലോറും പഴത്തിൻ്റെ കൂടൊക്കെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ വേവിക്കാൻ വെക്കണം കേട്ടോ, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് നമ്മുടെ ഹൽവയ്ക്ക് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഇത് കുറച്ച് നേരം നമ്മൾ വേവിക്കണം. അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുവാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിന് ഒന്നിത് വരട്ടിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കുക്കായിട്ടുള്ള പാകം എന്ന് പറയുന്നത് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന പാകമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൽ നിന്ന് നെയ്യൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴം വരട്ടിയെടുത്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുവാണ്. ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഴം ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രെയിനകത്ത് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ആ നെയ്യ് പുരട്ടിയ ട്രെയിനകത്തേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഹൽവയുടെ ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും, ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ബനാന ഹൽവ, അതായത് പഴം കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ഹൽവയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് വീണ്ടും കാണാം. താങ്ക്